നമസ്കാരം, എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇന്ത്യൻ ചരിത്രമാണ്. 20-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ ചരിത്രം. ഇന്ത്യയുടെ ചരിത്രം നമ്മൾ ബംഗാൾ വിഭജനത്തിൽ തുടങ്ങി സ്വദേശാഭിമാനി പ്രസ്ഥാനം, അതിൻ്റെ വളർച്ച, തകർച്ച എന്നിവയിലൂടെ കടന്ന് നമ്മൾ റവല്യൂഷണറി ടെററിസം, അതായത് ബ്രിട്ടീഷുകാർ തീവ്രവാദമെന്നും ഇന്ത്യക്കാർ അഭിമാനത്തോടെ വിപ്ലവമെന്നും വിപ്ലവകാരികളെന്നും വിളിച്ചിരുന്ന അവരുടെ സംഘടനകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ വിപ്ലവ സംഘടനകളുടെ ആദ്യ കാലഘട്ടം എന്ന് പറയുന്ന ഫസ്റ്റ് ഫേസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ഈ കാലഘട്ടം ഫസ്റ്റ് ഫേസ് അവസാനിക്കുന്നത് ഏകദേശം 1912 കൂടിയാണ്. ഈ 1912 ആകുമ്പോഴേക്കും ഇന്ത്യയിൽ ഉണ്ടാകുന്ന സ്ഥിതിവിശേഷം എന്താണെന്ന് പറഞ്ഞാൽ, കോൺഗ്രസിലുള്ള തീവ്രവാദി നേതാക്കന്മാരെയും മറ്റു വിപ്ലവ പ്രസ്ഥാനങ്ങളിലുള്ള നേതാക്കന്മാരെയും ഒന്നില്ലെങ്കിൽ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ എന്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ബ്രിട്ടീഷുകാരുടെ അറസ്റ്റിനെ ഭയന്നുകൊണ്ട് ഇവർ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് നാട് വിട്ടു പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു സർദാർ അജിത് സിംഗിനെ, അരബിന്ദ ഘോഷിനെ, ലാലാ ലജ്പത് റായിയെ, ബാലഗംഗാധര തിലകനെ, ഇവരെ എല്ലാവരെയും എന്തു ചെയ്യുന്നു? അറസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നാടുകടത്തുന്നു. ബാലഗംഗാധര തിലകനെ മണ്ടാല ജയിലിലേക്കാണ് അഴക്കുന്നത്. ലാലാ ലജ്പത് റായിയെയും സർദാർ അജിത് സിംഗിനെയും അമേരിക്കയിലേക്കാണ് നാടുകടത്തുന്നത്. അങ്ങനെയുള്ള സ്ഥിതിവിശേഷങ്ങൾ. അപ്പോൾ വിപ്ലവകാരികളായിട്ടുള്ള ആളുകൾക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അവർ പല ഭാഗങ്ങളിലേക്ക് കുടിയേറപ്പെടുന്നു, അല്ലെങ്കിൽ നാടുകടത്തപ്പെടുകയോ അല്ലെങ്കിൽ അവരായിട്ട് എന്ത് ചെയ്യുന്നു? കുടിയേറപ്പെടുകയോ ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ഈ പല ഭാഗങ്ങളിലായി, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി എത്തപ്പെട്ട വിപ്ലവകാരികൾ അവിടെ നിന്നുകൊണ്ട് അവിടെയുള്ള സമ്പത്തുകൾ ഉപയോഗിച്ചുകൊണ്ട്, അവിടെയുള്ള ഫെസിലിറ്റികൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ വിപ്ലവ പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്താം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുവാൻ തുടങ്ങി. അവർ അവിടെ സംഘടനകൾ രൂപീകരിച്ചു. സാമ്പത്തികമായിട്ടും ആയുധമായിട്ടും ഇന്ത്യയിൽ നടക്കുന്ന വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക്, അല്ലെങ്കിൽ വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് അവർ അവിടെ ഇരുന്നു കൊണ്ട് സഹായങ്ങൾ നൽകി. ഇത്തരത്തിലുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങളെ കുറിച്ച്, വിവിധ രാജ്യങ്ങളിൽ രൂപീകരിക്കപ്പെട്ട വിപ്ലവ പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ കാലഘട്ടത്തിലെ 1912 ശേഷമുള്ള കാലഘട്ടമാണ്. അറിയപ്പെടുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് റവല്യൂഷണറി ടെററിസം ഫ്രം എബ്രോഡ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ്. അതായത് റവല്യൂഷണറി ടെററിസം ഫ്രം എബ്രോഡ്, അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിപ്ലവ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന രാജ്യം ലണ്ടനിൽ നടന്ന വിപ്ലവ പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ്. ലണ്ടൻ എന്ന് പറയുന്ന രാജ്യത്ത്, അതായത് ബ്രിട്ടീഷുകാരുടെ കേന്ദ്രമാണ് എന്തെന്ന് പറയുന്നത്, അവരുടെ രാജ്യമാണ് ലണ്ടൻ എന്ന് പറയുന്നത്, അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അപ്പോൾ പുലിയെ അടിക്കണമെങ്കിൽ എവിടെ ചെന്നടിക്കണം എന്നാണ് നമ്മൾ പറയാറ്? പുലിമടയിൽ ചെന്നടിക്കണം. പുലിയെ അടിക്കണമെങ്കിൽ എവിടെ ചെന്നടിക്കണം? പുലിമടയിൽ ചെന്നടിക്കണം. അതിനുവേണ്ടി തയ്യാറായ ഒരു വിപ്ലവകാരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ശ്യാംജി കൃഷ്ണവർമ്മ എന്നുള്ളത്. ശ്യാംജി കൃഷ്ണവർമ്മ എന്നുള്ളത്. ഇദ്ദേഹം ബ്രിട്ടനിൽ ചെന്നു. ഇദ്ദേഹം ബ്രിട്ടനിൽ ഒരു വിപ്ലവ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു. ആ സംഘടനയുടെ പേരാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി എന്ന് പറയുന്നത്. 1905 ഈ സംഘടന രൂപീകരിക്കപ്പെടുന്നത്. ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി എന്നാണ് ഈ സംഘടനയുടെ പേര്. മാത്രമല്ല, ശ്യാംജി കൃഷ്ണവർമ്മ അവിടെ ചെന്നതിന് ശേഷം അദ്ദേഹം ഒരു മാഗസിൻ പ്രസിദ്ധീകരിച്ചു. ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ പ്രചോദിപ്പിക്കുന്നതിനും വിപ്ലവത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നതിനുമായിട്ട് അദ്ദേഹം ഒരു പത്രം, അല്ലെങ്കിൽ ഒരു മാഗസിൻ പ്രസിദ്ധീകരിച്ചു. ആ മാഗസിന്റെ പേരാണ് സോഷ്യോളജിസ്റ്റ് എന്നുള്ളത്. സോഷ്യോളജിസ്റ്റ് എന്നാണ് ആ പത്രത്തിന്റെ പേരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ മാഗസിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത് സോഷ്യോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്നാണ് ആ മാഗസിന്റെ പേരെന്ന് പറയുന്നത്. ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്നാണ് ആ മാഗസിന്റെ പേര് അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം ഈ മാഗസിനിലൂടെ വിപ്ലവ പ്രവർത്തനങ്ങളുടെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം എഴുതി. അദ്ദേഹം ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കളെ ഇന്ത്യയിൽ നടക്കുന്ന വിപ്ലവ പ്രസ്ഥാനങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനായിട്ട് അദ്ദേഹം നിരന്തരമായിട്ട് ഈ മാഗസിനിലൂടെ എഴുതുകയും അദ്ദേഹം 1905 ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കുകയും ചെയ്തു.
ഈ ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിൽ ഇദ്ദേഹത്തെ പ്രധാനമായിട്ടും സഹായിച്ചിരുന്നത് രണ്ട് വ്യക്തികളാണ്. അതിലൊരാളുടെ പേര് നിങ്ങൾ എല്ലാവരും ചരിത്രത്തിൽ കേട്ടിട്ടുള്ള പേരാണ് VD സവർക്കർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അതേ വിനായക് ദാമോദർ സവർക്കർ 1899 മിത്രമേള എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ച സ്വന്തം സഹോദരനായിട്ടുള്ള GD സവർക്കർക്കൊപ്പം മിത്രമേള എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ച അതേ സവർക്കർ തന്നെയാണ് അദ്ദേഹം ഈ സമയം ബാരിസ്റ്റർ പഠനത്തിനായിട്ട്, അതായത് വക്കീൽ പഠനം എന്ന് നമ്മൾ പറയുന്ന ലോ പഠനം എന്ന് പറയുന്നത് അക്കാലഘട്ടത്തിൽ ബ്രിട്ടനിൽ പഠിക്കുന്ന ആളുകളെ എന്താണ് നമ്മൾ വിളിച്ചിരുന്നത്, ബാരിസ്റ്റർമാരെന്നാണ്. ബാരിസ്റ്റർ പഠനത്തിനായിട്ട് ഇതേ കാലഘട്ടത്തിൽ വിനായക് ദാമോദർ സവർക്കർ എന്ന് പറയുന്ന VD സവർക്കർ എവിടെയുണ്ട്, ബ്രിട്ടനിലുണ്ട്. അദ്ദേഹം എന്തു ചെയ്തു, ഈ ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ശ്യാംജി കൃഷ്ണവർമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുയായിയുമായി മാറി. ആരാണ്? ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട അനുയായി ആയിരുന്നു VD സവർക്കർ എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് മദൻലാൽ ഡിംഗ്ര. ഇവർ രണ്ടുപേരുമായിരുന്നു ശ്യാംജി കൃഷ്ണവർമ്മയുടെ ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ സഹായിച്ചിരുന്ന പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികൾ. ആരെല്ലാമാണ്? VD സവർക്കറും മദൻലാൽ ഡിംഗ്രയും. അപ്പോ അവിടെ എന്താണ് വിപ്ലവ പ്രസ്ഥാനം, അല്ലെങ്കിൽ എന്താണ് ഒരു വിപ്ലവ സംഘടന എന്നുള്ളൊക്കെ ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി പ്രവർത്തിക്കുന്നു. സവർക്കറും ഡിംഗ്രയും എല്ലാം അതിന്റെ സഹായികളായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ നിന്ന് വരുന്ന ചെറുപ്പക്കാരെ എന്താണ് ഈ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ ഇന്ത്യയുടെ വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കുക എന്നുള്ളതായിരുന്നു ശ്യാംജി കൃഷ്ണവർമ്മയുടെ ഒരു രീതി എന്ന് പറയുന്നത്. അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് വന്ന് അവിടെ ബ്രിട്ടനിൽ അല്ലെങ്കിൽ ലണ്ടനിൽ വന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് താമസിക്കുന്നതിനായിട്ട് അദ്ദേഹം എന്താണ് ഇന്ത്യൻ ഹോസ്റ്റൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൗകര്യങ്ങൾ ഒരുക്കി. ഈ സൗകര്യങ്ങൾ ഒരുക്കുന്നതിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് വരുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ എന്താണ് വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ശ്യാംജി കൃഷ്ണവർമ്മ എന്താരംഭിക്കുന്നത്, ഇന്ത്യൻ ഹോസ്റ്റൽസ്. ഇന്ത്യൻ ഹോസ്റ്റൽസ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് പഠിക്കാൻ വരുന്ന അല്ലെങ്കിൽ ലണ്ടനിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അദ്ദേഹം താമസിക്കുന്നതിനായിട്ടൊരു ഹോസ്റ്റൽ സൗകര്യം ഒരുക്കിയതിന്റെ പേരാണ് ഇന്ത്യൻ ഹോസ്റ്റൽസ് എന്നുള്ളത്. അതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ് വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് യുവാക്കളെ ആകർഷിക്കുക എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായും ഈ കാലഘട്ടത്തിലാണ് 1909 നമ്മൾ എന്ത് നടക്കുന്നത്, 1909 മിന്റോ മോർലി റീഫോംസ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ എന്താണ് 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് പേരിലാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് അറിയപ്പെടുന്നത്? അത് മിന്റോ മോർലി റീഫോംസ് എന്നുള്ള പേരിലാണ്. മിന്റോയുടെയും മോർലിയുടെയും ഭരണപരിഷ്കാരങ്ങൾ എന്ന പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഈ 1909 മിന്റോ മോർലി ഭരണപരിഷ്കാരത്തിലാണ് ആദ്യമായിട്ട് എന്ത് വരുന്നത്, സെപ്പറേറ്റ് ഇലക്ടറേറ്റ്. എന്താണ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഫോർ മുസ്ലിം കമ്മ്യൂണിറ്റി പ്രഖ്യാപിക്കപ്പെടുന്നത്. അപ്പോ ഈ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് പ്രഖ്യാപിക്കുന്നത് ഇന്ത്യയിൽ ഒരു വർഗീയ ധ്രുവീകരണത്തിനും കമ്മ്യൂണൽ റൈറ്റ്സിനും കാരണമാകുമെന്ന് ഇന്ത്യയിലുള്ള എല്ലാ നേതാക്കന്മാർക്കും അറിയാമായിരുന്നു. ഈ ശ്യാംജി കൃഷ്ണവർമ്മയ്ക്കും അത് അറിയാമായിരുന്നു. അദ്ദേഹം എന്താണ് ഇതിനെ ശക്തിയുക്തമായിട്ട് എതിർത്തു. അതിനൊരു മറുപടി ലണ്ടനിൽ കൊടുക്കണമെന്ന് ശ്യാംജി കൃഷ്ണവർമ്മ എന്ത് ചെയ്തു, തീരുമാനിക്കുന്നു. അങ്ങനെ 1909 ശ്യാംജി കൃഷ്ണവർമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ആളായിട്ടുള്ള മദൻലാൽ ഡിംഗ്രെ എന്ന് പറയുന്ന വ്യക്തി മോർലി എന്ന് പറയുന്ന സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ ഓഫീസിൽ അതിക്രമിച്ച് കയറുകയും, അന്ന് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ ഓഫീസിൽ മോർലി ഇല്ല, പകരം ഉണ്ടായിരുന്നത് മോർലിയുടെ പൊളിറ്റിക്കൽ ADC ആയിരുന്ന വില്യം കൾസൺ വില്ലി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരനായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയുമാണ് ഉണ്ടായത്. വില്യം കൾസൺ വില്ലി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ADC ആയിരുന്നു. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന മോർലിയുടെ പൊളിറ്റിക്കൽ ADC ആയിരുന്നു വില്യം കൾസൺ വില്ലി എന്ന് പറയുന്നത്. വില്യം കൾസി വില്ലിയെ മദൻലാൽ ഡിംഗ്രെ എന്ത് ചെയ്യുന്നു, വെടിവെച്ച് കൊല്ലുന്നു. അതോടുകൂടി എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, അതോടുകൂടി ലണ്ടനിൽ നടന്നിരുന്ന ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് താഴ് വീഴുകയും
മദൻലാൽ ഡിംഗ്രെ എന്ത് ചെയ്യുന്നു? പിടിക്കപ്പെടുന്നു. അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു? വധശിക്ഷയ്ക്ക് വിധേയനാക്കുന്നു. ഈ പറയുന്ന വി ഡി സവർക്കർ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് തിരിച്ച് നാട് കടത്തുന്നു. ഈ പറയുന്ന ശ്യാംജി കൃഷ്ണവർമ്മയെ പിടിക്കാൻ ചെന്നു, പക്ഷെ അദ്ദേഹത്തിന് പിടികിട്ടിയില്ല. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പാരീസിലേക്ക് നാട് കടക്കുകയും പാരീസിൽ ചെന്ന് എന്താണ് പിന്നീട് അദ്ദേഹത്തിന്റെ വിപ്ലവ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയുമാണ് ഉണ്ടായത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാനഡ എന്ന് പറയുന്ന രാജ്യം. കാനഡ എന്ന് പറയുന്ന രാജ്യത്ത് നടന്നിട്ടുള്ള വിപ്ലവ പ്രസ്ഥാനത്തെ കുറിച്ചാണ്. കാനഡ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എന്താണ്, വലുപ്പത്തിന്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യമാണ് കാനഡ. മാത്രമല്ല 3 വശങ്ങളാൽ മഹാസമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് എന്തെന്ന് പറയുന്നത് കാനഡ എന്ന് പറയുന്നത്. എന്താണ് പസഫിക് ഓഷൻ, അറ്റ്ലാന്റിക് ഓഷൻ, പിന്നെ എന്താണ് അന്റാർട്ടിക്ക ഓഷൻ. ഈ പറയുന്ന ഈ 3 മഹാസമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ലോകത്തിലെ തന്നെ എന്താണ് വലുപ്പത്തിന്റെ കാര്യത്തിൽ വലിയ എന്താണ് 2ാം സ്ഥാനമുള്ള ഒരു രാജ്യമാണ് കാനഡ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും എന്താണ് അവിടെ ജനസംഖ്യ കുറവാണ്. അപ്പൊ എന്താണ് ജനസംഖ്യ കുറവാണ്, മാത്രമല്ല മൈഗ്രേഷൻ പ്രോസസ്സിനെ, അതായത് കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമാണ് എന്തെന്ന് പറയുന്നത് കാനഡ എന്ന് പറയുന്നത്. അപ്പോ ഈ കാനഡ എന്നുള്ള പറയുന്ന രാജ്യത്തേക്ക് ആ കാലഘട്ടത്തിൽ തന്നെ എന്ത് നടക്കുന്നുണ്ട്? ഇന്ത്യയിൽ നിന്നുള്ള മൈഗ്രേഷൻസ് നടക്കുന്നുണ്ട്. കൂടുതലും പഞ്ചാബികളായിട്ടുള്ള ആളുകളാണ് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോ ഈ കാലഘട്ടത്തിൽ അവിടെ എത്തിയപ്പെട്ട ഒരു വിപ്ലവകാരിയാണ്, അദ്ദേഹത്തിന്റെ പേരാണ് രാംനാഥ് പുരി എന്ന് പറയുന്നത്. രാംനാഥ് പുരി. അദ്ദേഹം സർക്കുലർ ഇ ആസാദി എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഒരു ലഘുലേഖകൾ ആ കാലഘട്ടത്തിൽ എന്താണ് വിതരണം ചെയ്യുവാനായിട്ട് ആരംഭിച്ചു. ഈ പറയുന്ന കാനഡ കേന്ദ്രമാക്കിക്കൊണ്ട് കാനഡയും അമേരിക്കയുമായിരുന്നു ഈ പറയുന്ന കാനഡയുടെ എന്താണ് വെസ്റ്റ് കോസ്റ്റിന്റെ ഭാഗത്താണ് ഇവരൊക്കെ എല്ലാവരും പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. സ്വാഭാവികമായിട്ട് അതിനുശേഷം എന്താണ് ഈ പറയുന്ന രാംനാഥ് പുരി ആണെങ്കിലും അമേരിക്കയിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പിന്നീട് അവിടെ വ്യാപിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോ സർക്കുലർ ഇ ആസാദി എന്ന് പറയുന്നത് ലഘുലേഖകളാണ്. ഈ പറയുന്ന രാംനാഥ് പുരി പ്രസിദ്ധീകരിച്ച അല്ലെങ്കിൽ അച്ചടിച്ച് വിതരണം ചെയ്തിരുന്ന ലഘുലേഖകൾ അറിയപ്പെടുന്ന പേരാണ് സർക്കുലർ ഇ ആസാദി എന്ന് പറയുന്നത്. അപ്പോ ഈ സർക്കുലർ ഇ ആസാദിയിലൂടെ അദ്ദേഹം എന്താണ് ഇന്ത്യയിൽ എന്താണ് വിപ്ലവ പ്രവർത്തനങ്ങളെ സഹായിക്കേണ്ടതിന്റെ അല്ലെങ്കിൽ എന്താണ് വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ ചെറുപ്പക്കാരായിട്ടുള്ള ഇന്ത്യക്കാർ പങ്കാളികളാകേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചൊക്കെ എന്താണ് ഇദ്ദേഹം സ്ഥിരമായിട്ട് എന്താണ് അവിടെ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ ഈ ലഘുലേഖകളിലൂടെ എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രചോദിപ്പിക്കുവാനായിട്ട് തുടങ്ങി. ഈ രാംനാഥ് പുരി ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന അതേ സമയത്ത് തന്നെയാണ് താരക്നാഥ് ദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹവും എന്താണ് അദ്ദേഹം ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ഭാഗമാക്കുന്നതിനും എന്താണ് ഇന്ത്യയിൽ എന്താണ് ബ്രിട്ടീഷുകാർക്കെതിരെ എന്താണ് സമരങ്ങൾ ചെയ്യുന്നതിനും എന്താണ് അവരെ പ്രചോദിപ്പിക്കുന്നതിനായിട്ട് ഒരു ന്യൂസ് പേപ്പർ, ഒരു പത്രം ആരംഭിച്ചു. ആ പത്രത്തിന്റെ പേരാണ് ഫ്രീ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത്. എന്താണ് ഫ്രീ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഒരു പത്രം അദ്ദേഹം ആരംഭിച്ചു. 1908 അദ്ദേഹം ഈ പത്രം ആരംഭിക്കുന്നത്, താരക്നാഥ് ദാസ് എന്ന് പറയുന്നത്. അപ്പോ രാംനാഥ് പുരി സർക്കുലർ ഇ ആസാദി എന്ന് പറയുന്ന ലഘുലേഖകൾ വിതരണം ചെയ്യുന്നു, ജനങ്ങളെ പ്രചോദിപ്പിക്കുന്നു, ഇന്ത്യക്കാരെ എന്ത് ചെയ്യുന്നു? പ്രചോദിപ്പിക്കുന്നു. താരക്നാഥ് ദാസ് എന്ത് ചെയ്യുന്നു? ഫ്രീ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന പത്രം 1908 എന്ത് ചെയ്യുന്നു? പുറത്തിറക്കുന്നു. ഇതേ സമയം തന്നെയാണ് ജി ഡി കുമാർ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി. അദ്ദേഹം എന്താണ് അദ്ദേഹം സ്വദേശി എന്ന് പറയുന്ന ഒരു പത്രം, അതായത് സ്വദേശി സേവക് എന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പർ എന്താണ് ഇതേ കാരണങ്ങൾക്ക് വേണ്ടി തന്നെ വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ എന്താണ് ജനങ്ങളെ ആകർഷിക്കുന്നതിനായിട്ട് അദ്ദേഹം എന്താണ് സ്വദേശി സേവക് എന്ന് പറയുന്ന മറ്റൊരു ന്യൂസ് പേപ്പറും എന്താണ് കാനഡ ആസ്ഥാനമാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? പുറത്തിറക്കുന്നു. അപ്പോ ഈ സ്വദേശി സേവക് എന്ന് പറയുന്ന പത്രത്തിന്റെ വരിക്കാരായിട്ടുള്ള ആളുകൾ, അദ്ദേഹത്തിന്റെ എന്താണ് സ്ഥിരം വരിക്കാരും വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ ആകൃഷ്ടരായിട്ടുള്ള ചെറുപ്പക്കാരും എല്ലാം എന്താണ് ഒരു സംഘടന ഉണ്ടാക്കുന്നതിനായിട്ട് ആവശ്യകതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സമീപിക്കുന്നു. അങ്ങനെ അദ്ദേഹം ഈ സ്വദേശി സേവക് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പത്രത്തിന്റെ വരിക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വദേശി ഹോം എന്ന് പറയുന്ന എന്തുണ്ടാക്കുന്നു? സ്വദേശി സേവക് ഹോം എന്ന് പറയുന്ന
ഒരു സംഘടന ഉണ്ടാക്കുന്നു. സ്വദേശി സേവക് ഹോം എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കുന്ന, അതിലൂടെ അദ്ദേഹം എന്താണ് വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക്, ഇന്ത്യയിൽ നടക്കുന്ന വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് ആളും അർത്ഥവും എല്ലാം നൽകിയിട്ട് എന്താണ് സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സ്വദേശി സേവക് ഹോം എന്ന് പറയുന്ന എന്തുണ്ടാക്കുന്നത്, സംഘടന ഉണ്ടാക്കുന്നത്. അപ്പോ പത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ജനങ്ങളെ എന്താണ് ബോധവൽക്കരിക്കുന്നുണ്ട്, വിപ്ലവത്തിന് വേണ്ടിയിട്ട് എന്താണ് എല്ലാ വിധത്തിലും ചെറുപ്പക്കാരെ സജ്ജരാക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല രീതിയിൽ എന്താണ് ഒരു പ്രാസംഗികൻ കൂടി ഉണ്ടെങ്കിൽ എന്താകും, കാര്യങ്ങൾ കുറച്ചുകൂടി ഉഷാറാക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു, പഞ്ചാബിൽ ഒരു ഹിന്ദു അല്ലെങ്കിൽ സിഖ് പുരോഹിതനായിരുന്ന ഭഗവാൻ ദാസ് എന്ന് പറയുന്ന ഒരു സിഖ് പുരോഹിതനെ എന്ത് ചെയ്യുന്നു, ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കാനഡയിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ എന്താണ് പ്രസംഗിക്കുന്നതിനായിട്ടും പ്രവർത്തിക്കുന്നതിനായിട്ടും അദ്ദേഹത്തിന് എന്താണ് ഒരു വേദി ഉണ്ടാക്കി കൊടുക്കുന്നു. അദ്ദേഹം ആ സമയത്ത് എന്താണ് മലയ അങ്ങനെയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്താണ് വിപ്ലവ പ്രസ്ഥാനങ്ങളുമായിട്ട് സഹകരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന ഭഗവാൻ ദാസ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു സിഖ് പുരോഹിതൻ കൂടിയാണ്. അദ്ദേഹത്തെ കൊണ്ടുവരികയും അദ്ദേഹം അവിടെ പ്രസംഗിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം എന്ന് പറയുന്നത് എന്താണ്, ബ്രിട്ടീഷുകാരിൽ ഭീതി ഉണർത്തുന്ന രീതിയിലായിരിക്കണം വിപ്ലവ പ്രവർത്തനങ്ങൾ ചെറുപ്പക്കാർ നടത്തേണ്ടത് എന്ന് എന്താണ് ഭഗവാൻ ദാസ് അവിടെ കൂടിയിരുന്ന ജനങ്ങളോട് പ്രസംഗിക്കുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് എന്തുണ്ടാകുന്നു, ഒരു ആവേശമുണ്ടാകുന്നു. അവർ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ഭാഗങ്ങളാകുവാനായിട്ട് എന്ത് ചെയ്യുന്നു, മുന്നോട്ട് വരുന്നു. സ്വാഭാവികമായിട്ടും ഈ പ്രക്രിയ ബ്രിട്ടീഷുകാരുടെ കാതിലെത്തുന്നതോടുകൂടി ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു, ഇതിനൊരു അവസാനം കുറിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും കാനഡ എന്ന് പറയുന്ന രാജ്യം ആ കാലഘട്ടത്തെ ബ്രിട്ടന്റെ ഒരു പുത്രിക രാജ്യമാണ്. അപ്പോൾ ബ്രിട്ടന്റെ നിർദ്ദേശപ്രകാരം ഈ താരക്നാഥ് ദാസിനെ, GD കുമാർ എന്നിവരെയെല്ലാം എന്ത് ചെയ്യുന്നു, അറസ്റ്റ് ചെയ്യുകയല്ല, അവരെന്താണ് ഈ പറയുന്ന കാനഡയിൽ നിന്നും എന്താണ് നാട് കടത്തുന്നു. കാനഡയിൽ നിന്നും നാട് കടത്തി എന്ത് ചെയ്യുന്നു, അമേരിക്കയിലാണ്. പിന്നീട് അവർ ചേരുന്നത് അമേരിക്കയിലാണ്. ഈ അമേരിക്കയിൽ ചെന്നതിന് ശേഷമാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ഇവരുടെ വിപ്ലവ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. കാനഡയിൽ എന്താണ് ഈ പറയുന്ന ഭഗവാൻ ദാസിന്റെ വരവും അദ്ദേഹത്തിന്റെ പ്രസംഗത്തോടൊക്കെ കൂടി ഈ പറയുന്ന കാനഡയിൽ ഉണ്ടായിരുന്ന വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് അതിന്റെ പൂട്ട് വീഴുകയും ഇവരെല്ലാവരെയും എന്ത് ചെയ്യുന്നു, അമേരിക്കയിലേക്ക് നാട് കടത്തുകയും പിന്നീട് എന്താണ് അമേരിക്കയിൽ ചെന്നതിന് ശേഷമാണ് പിന്നീട് എന്താണ് ഇവരുടെ വിപ്ലവ പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോ ഈ പറയുന്ന കാനഡ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് മറ്റു പറയാൻ കഴിയുന്ന മറ്റൊരു വിപ്ലവ പ്രസ്ഥാനം അല്ലെങ്കിൽ എന്താണ് വിപ്ലവ പ്രവർത്തനങ്ങൾ നടന്ന ഒരു ഭൂമി എന്ന് പറയുന്നത് ഇന്ത്യയുടെ തൊട്ടയൽ രാജ്യമായിട്ടുള്ള എന്താണ് അഫ്ഗാനിസ്ഥാനാണ്. ഈ അഫ്ഗാനിസ്ഥാനിൽ 1915 ഇവിടെ ഈ അഫ്ഗാനിസ്ഥാനിൽ വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതായത് 1915 കുറച്ച് ഇന്ത്യക്കാർ ചേർന്ന് ഒരു പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് സ്ഥാപിക്കുന്നു. എവിടെയാണ്? അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ കേന്ദ്രമാക്കിയിട്ടാണ്. ഈ 1915 പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1915 എന്ന് പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന സമയമാണ്. അപ്പോൾ എന്താണ് ഈ ഒന്നാം ലോക മഹായുദ്ധത്തിലെ മധ്യശക്തികളായിട്ടുള്ള ജർമ്മനി, തുർക്കി അങ്ങനെയുള്ള രാജ്യങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഈ അഫ്ഗാനിസ്ഥാനിൽ ഈ 1915 ഒരു പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് ഇന്ത്യക്കാരായിട്ടുള്ള ചില വിപ്ലവകാരികൾ സ്ഥാപിക്കുന്നത്. അതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് രാജാ മഹേന്ദ്ര പ്രതാപ് എന്ന് പറയുന്നത്. രാജാ മഹേന്ദ്ര പ്രതാപ് എന്ന് പറയുന്ന ഇദ്ദേഹമാണ് ഈ പറയുന്ന പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനായിട്ട് നേതൃത്വം നൽകിയത്. ഇദ്ദേഹം തന്നെയായിരുന്നു ഈ പ്രൊവിൻഷ്യൽ ഗവൺമെന്റിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. രൂപീകരിക്കാൻ നേതൃത്വം നൽകിയതും ഈ പറയുന്ന പ്രൊവിൻഷ്യൽ ഗവൺമെന്റിന്റെ പ്രസിഡന്റുമാരായിരുന്നു രാജാ മഹേന്ദ്ര പ്രസാദ് തന്നെയായിരുന്നു. ബർക്കത്തുള്ള ഖാൻ എന്ന് പറയുന്ന ആയിരുന്നു എന്തെന്ന് പറയുന്നത് പ്രധാനമന്ത്രിയായിരുന്നു. ആരാ? ബർക്കത്തുള്ള ഖാൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ചെമ്പക രാമൻ പിള്ള എന്നാണ്. അദ്ദേഹം ഒരു മലയാളിയാണ്.
ഈ പറയുന്ന 1915 കാബൂളിൽ സ്ഥാപിക്കപ്പെട്ട പ്രൊവിൻഷ്യൽ ഗവൺമെന്റിൽ അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം വിദേശകാര്യമന്ത്രിയായിരുന്നു. ചെമ്പകരാമൻ പിള്ള. അദ്ദേഹം എന്തായിരുന്നു? വിദേശകാര്യമന്ത്രിയായിരുന്നു. ഈ ചെമ്പകരാമൻ പിള്ളയെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയുടെ ഒരു അന്തർവാഹിനിയുമായി വന്ന ചെന്നൈ തുറമുഖത്ത് ബോംബ് നിക്ഷേപിച്ചു പോയ വ്യക്തിയാണ് ഈ ചെമ്പകരാമൻ പിള്ള എന്ന് പറയുന്നത്. അപ്പോ ഈ പറയുന്ന പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് 1915 എവിടെയാണ് സ്ഥാപിക്കപ്പെടുന്നത്? ഈ പറയുന്ന കാബൂളിലാണ്, അഫ്ഗാനിസ്ഥാനിലുള്ള കാബൂളിലാണ് സ്ഥാപിക്കപ്പെടുന്നത്. അതിന്റെ സ്ഥാപകനാണ് രാജാ മഹേന്ദ്ര പ്രസാദ്. അദ്ദേഹം തന്നെയായിരുന്നു ഈ ഗവൺമെന്റിന്റെ പ്രസിഡന്റ് എന്നുള്ളത്. ബർക്കത്തുള്ള ഖാൻ ആയിരുന്നു പ്രധാനമന്ത്രി എന്നുള്ളത്. ചെമ്പകരാമൻ പിള്ളയായിരുന്നു എന്തെന്ന് പറയുന്നത് വിദേശകാര്യമന്ത്രി എന്നുള്ളത്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പരാജയത്തോടുകൂടി ഈ പറയുന്ന പ്രസ്ഥാനങ്ങൾ അവസാനിച്ചു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ കാനഡ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർ നടത്തിയ വിപ്ലവ പ്രവൃത്തികളെ കുറിച്ചും വിപ്ലവ പ്രസ്ഥാനങ്ങളെ കുറിച്ചുമാണ് എന്ത് ചെയ്തത് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ജർമ്മനിയിൽ നടന്ന വിപ്ലവ പ്രസ്ഥാനങ്ങളെ കുറിച്ചും അതിന് പ്രധാന പങ്ക് വഹിച്ച വ്യക്തികളെ കുറിച്ചുമാണ്. ജർമ്മനിയിൽ നടന്ന ഈ ജർമ്മനിയെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ജർമ്മനിയിൽ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടായ പങ്ക് എന്ന് പറയുമ്പോൾ, ഇന്ത്യക്കാരുടെ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്കുള്ള പങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് മാഡം ഭിക്കാജി ഗാമ എന്നുള്ളത്. മാഡം ഭിക്കാജി ഗാമ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ ക്ലാസിന്റെ, അതായത് റവല്യൂഷണറി ടെററിസം എന്ന് പറയുന്ന ക്ലാസ് ആരംഭിച്ചപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച ഒരു പേരുണ്ട്. വസുദേവ ബൽവന്ത് ഫാട്കെ എന്ന് പറയുന്നത്. ആരാണ് വസുദേവ ബൽവന്ത് ഫാട്കെ? അദ്ദേഹം അറിയപ്പെടുന്നത് ദ ഫാദർ ഓഫ് ഇന്ത്യൻ ആംഡ് റിബീലിയൻ എന്നാണ്. ഇന്ത്യൻ സായുധ വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ആരെന്ന് പറയുന്നത് വസുദേവ ബൽവന്ത് ഫാട്കെ എന്ന് പറയുന്നത്. എന്നാൽ നമ്മളിവിടെ മാഡം ഭിക്കാജി ഗാമയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന മറ്റൊരു വിശേഷണമാണ് ദ മദർ ഓഫ് ഇന്ത്യൻ റവല്യൂഷൻ. ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെട്ട വനിതയാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ്, അല്ലെങ്കിൽ മദർ ഓഫ് ഇന്ത്യൻ റവല്യൂഷൻ എന്നറിയപ്പെട്ട വനിതയാണ് ആരെന്ന് പറയുന്നത് മാഡം ഭിക്കാജി ഗാമ എന്ന് പറയപ്പെടുന്നത്. ആരാണ്? മദർ ഓഫ് ഇന്ത്യൻ റവല്യൂഷൻ. മദർ ഓഫ് ഇന്ത്യൻ റവല്യൂഷൻ, ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വനിതയാണ് ആരെന്ന് പറയുന്നത് മാഡം ഭിക്കാജി ഗാമ എന്ന് പറയുന്നത്. ഇന്ത്യൻ സായുധ വിപ്ലവത്തിന്റെ പിതാവ് എന്ന് പറയപ്പെടുന്നത് ആരാണ്? അത് വസുദേവ ബൽവന്ത് ഫാട്കെ ആണ്. ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആരാണ്? അത് മാഡം ഭിക്കാജി ഗാമയാണ്. മാഡം ഭിക്കാജി ഗാമയുടെ മറ്റൊരു പ്രത്യേകത, ഇവർ ജർമ്മനി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവർ ചെയ്തിരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ജർമ്മനിയിൽ നിന്ന് പണപരമായിട്ടുള്ള സഹായം, ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള സഹായങ്ങൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന റവല്യൂഷണറി സംഘടനകൾക്ക് നൽകുക എന്നുള്ളതായിരുന്നു മാഡം ഭിക്കാജി ഗാമയുടെ പ്രധാന പ്രവർത്തനങ്ങളിലൊന്ന്. മാത്രമല്ല പാരീസ് കൗൺസിൽ പോലെയുള്ള സംഘടനകൾ രൂപീകരണത്തിലൊക്കെ വലിയ പങ്ക് വഹിച്ച ഒരു വനിതയാണ് മാഡം ഭിക്കാജി ഗാമ എന്ന് പറയുന്നത്. അവരുടെ മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 1907 സ്റ്റുഗർട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ജർമ്മനിയിൽ. സ്റ്റുഗർട്ടിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയ വനിതയാണ് ആരെന്ന് പറയുന്നത് മാഡം ഭിക്കാജി ഗാമ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയ വനിതയാണ് മാഡം ഭിക്കാജി ഗാമ എന്ന് പറയുന്ന. സ്റ്റുഗർട്ട് എന്ന് പറയുന്ന ജർമ്മനിയിലുള്ള സ്ഥലത്താണ് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഈ പറയുന്ന മാഡം ഭിക്കാജി ഗാമ ഉയർത്തുന്നത്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ത്യക്ക് പുറത്ത്, അതായത് ഇന്ത്യക്ക് വെളിയിൽ ആദ്യമായി ഒരു സ്ഥലത്ത് ഇന്ത്യയുടെ പതാക ഉയർത്തിയ വനിത, അല്ലെങ്കിൽ ഇന്ത്യയുടെ പതാക ഉയർത്തിയ വ്യക്തി ആരാണ് എന്ന ഒരു ചോദ്യം വന്നാൽ അതിന്റെ ഉത്തരമാണ് എന്തെന്ന് പറയുന്നത് മാഡം ഭിക്കാജി ഗാമ എന്നുള്ളത്. 1907 അവരെന്ത് ചെയ്യുന്നത്? ജർമ്മനിയിലെ സ്റ്റുഗർട്ടിൽ ഇന്ത്യയുടെ ഒരു പതാക ഉയർത്തുന്നത്. ലോകത്തിൽ ആദ്യമായിട്ട് ഒരു വിദേശ രാജ്യത്ത് ഇന്ത്യയുടെ പതാക ഉയരുന്നത് ഈ സ്റ്റുഗർട്ടിലാണ്, അത് ജർമ്മനിയിലാണ്. അത് ഉയർത്തിയ വനിതയാണ് ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന മാഡം ഭിക്കാജി ഗാമ.
മാത്രമല്ല 1889 ഒരു സെക്കൻഡ് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ നടന്നു. സെക്കൻഡ് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ, രണ്ടാമത് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ 1889 നടന്നു. ഈ ഇന്റർനാഷണലിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് 2 പേരാണ് പങ്കെടുത്തത്. ഒന്നാമത്തെ ആൾ എന്ന് പറയുന്നത് ദാദാബായ് നവറോജിയും രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് മാഡം ഭിക്കാജി ഗാമയുമാണ്. എന്താണ് ഒന്നാമത്തെ ആളാരാണ്? ഇന്ത്യയുടെ വയോധികൻ എന്നറിയപ്പെടുന്ന ദാദാബായ് നവറോജിയാണെങ്കിൽ രണ്ടാമത്തെ വ്യക്തി ആരാണ്? അത് മാഡം ഭിക്കാജി ഗാമയാണ്. മാത്രമല്ല ദാദാബായ് നവറോജിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന വനിത കൂടിയായിരുന്നു ആരെന്ന് പറയുന്നത്? മാഡം ഭിക്കാജി ഗാമ എന്ന് പറയുന്നത്. മാഡം ഭിക്കാജി ഗാമ നേരിട്ട് ആയുധമെടുത്ത് പോരാടുകയല്ല ചെയ്തത്. പകരം എന്താണ്? അവർ അവിടെ നിന്നുകൊണ്ട്, ജർമ്മനിയിൽ നിന്നുകൊണ്ട് അവരുടെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് ആളും ആയുധവും അർത്ഥവും നൽകിക്കൊണ്ട് ഇന്ത്യയുടെ വിപ്ലവങ്ങളെ പരിപോഷിപ്പിച്ച വനിതയായിരുന്നു ആരെന്ന് പറയുന്നത്? മാഡം ഭിക്കാജി ഗാമ എന്ന് പറയുന്നത്. അപ്പോൾ ജർമ്മനി കേന്ദ്രീകൃതമാക്കി നടന്ന വിപ്ലവ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളതിൽ പ്രധാനം എന്ന് പറയുന്നത് മാഡം ഭിക്കാജി ഗാമയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു വിദേശ മണ്ണിൽ നടന്ന ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിപ്ലവ പ്രസ്ഥാനത്തെക്കുറിച്ചും എന്താണ് അവർ നടത്തിയ ഒരു വിപ്ലവ ശ്രമത്തെ കുറിച്ചുമാണ്. അത് നമ്മൾ ഒരുപാട് രാജ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്താണ് ലോക ചരിത്രത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് എന്തെന്ന് പറയുന്നത് USA അല്ലെങ്കിൽ അമേരിക്ക എന്ന് പറയുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക അല്ലെങ്കിൽ USA എന്ന് പറയുന്നത്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് USA-യിൽ നടന്ന എന്താണ് ഒരു വിപ്ലവ പ്രസ്ഥാനത്തിന്റെ രൂപീകരണം, അത് ഇന്ത്യയിൽ നടത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ടു പോയ എന്താണ് ഒരു വിപ്ലവ പ്രവർത്തനത്തെ കുറിച്ചുമാണ്. അത് പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഭാരത് മാതാ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സംഘടന ഡൽഹിയിൽ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരാണ് പറയുന്ന സർദാർ അജിത് സിംഗ് ഒക്കെ രൂപീകരിച്ച ഒരു സംഘടനയാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഭാരത് മാതാ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ പ്രവർത്തനങ്ങളിൽ അക്കാലഘട്ടങ്ങളിൽ മുഴുകുകയും പിന്നീട് ഇന്ത്യയിൽ നിന്ന് നാട് കടത്തപ്പെടുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ലാലാ ഹർദയാൽ എന്ന് പറയുന്നത്. ലാലാ ഹർദയാൽ ഇദ്ദേഹം ഒരു വിപ്ലവകാരിയാണ്. ഈ ലാലാ ഹർദയാൽ അമേരിക്കയിലേക്ക് നാട് കടത്തപ്പെട്ടതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, വളരെ നല്ലൊരു കുട്ടിയായി അദ്ദേഹം എന്ത് ചെയ്തു? അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലുള്ള യൂണിവേഴ്സിറ്റിയിൽ ഒരു അധ്യാപകനായിക്കൊണ്ട് എന്താണ് അദ്ദേഹത്തിന്റെ ജീവിതം ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയുണ്ടാകുന്നത്. അത് 1912-ലാണ്. 1912 ലാലാ ഹർദയാലിന് വളരെ സന്തോഷമുണ്ടാക്കിയ ആ വാർത്ത എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡൽഹി കോൺസ്പിരസി എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ്. എന്താണ് ഈ പറയുന്ന ഭാരത് മാതാ സൊസൈറ്റിയിലെ അംഗങ്ങളായിരുന്ന 2 ചെറുപ്പക്കാർ, റഷ് ബിഹാരി ബോസും സത്യേന്ദ്രനാഥ് സന്യാൽ എന്ന് പറയുന്ന 2 ചെറുപ്പക്കാർ അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഹാർഡിഞ്ച് രണ്ടാമനെ വധിക്കുവാനായിട്ട് എന്ത് ചെയ്തു? ബോംബ് എറിയുകയും ചെറിയ വ്യത്യാസത്തിൽ ഹാർഡിഞ്ച് രണ്ടാമൻ രക്ഷപ്പെടുകയും അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തു. ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയൊക്കെ ചെയ്തു എന്ന് നമ്മൾ പഠിച്ചു. ഈ സംഭവം 1912 ഉണ്ടാകുന്നു. ഈ 12 ഈ സംഭവം ഉണ്ടാകുന്നതോടുകൂടി അതുവരെ എന്താണ് ഒരു നല്ല കുട്ടിയായി അമേരിക്കയിൽ ഒരു അധ്യാപകനായി കഴിഞ്ഞിരുന്ന ഈ പറയുന്ന ലാലാ ഹർദയാൽ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ലഘുലേഖ അവിടെ പ്രസിദ്ധീകരിക്കുന്നു. ആ ലഘുലേഖയുടെ പേര് യുഗാന്തർ എന്നാണ്. യുഗാന്തർ എന്ന് പറയുന്ന ഒരു ലഘുലേഖ അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നു. അതിൽ അദ്ദേഹം അഭിനന്ദിക്കുകയാണ് എന്തെന്ന ഈ പറയുന്ന ഹാർഡിഞ്ച് രണ്ടാമനെ വധിക്കാൻ ശ്രമിച്ച ആ വിപ്ലവകാരികളെയും ആ വിപ്ലവ സംഘടനയെയും എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ലാലാ ഹർദയാൽ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന യുഗാന്തർ എന്ന് പറയുന്ന ഒരു അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്ന ഒരു ലഘുലേഖയിലൂടെ അദ്ദേഹം എന്ത് ചെയ്തു? അഭിനന്ദിക്കുകയാണ്. അപ്പോ അതുവരെയും ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ കരുതിയിരുന്നത് ലാലാ ഹർദയാൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു സാധാരണ മനുഷ്യനാണ് എന്നാണ്. എന്നാൽ ഈ സംഭവത്തോടു കൂടി ഇന്ത്യക്കാരായിട്ടുള്ള അമേരിക്കയിൽ ജീവിക്കുന്ന ആളുകൾക്ക് മനസ്സിലായി എന്താണ് ലാലാ ഹർദയാൽ എന്ന് പറയുന്നത് അങ്ങനെ ഒരു നിസ്സാരക്കാരനായിട്ടുള്ള മനുഷ്യനൊന്നുമല്ല. അയാൾ ഒരു വിപ്ലവകാരിയാണ് എന്നുള്ളത് അമേരിക്കയിലുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ഹിന്ദി ഭാഷ സംസാരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്
അവിടെയുള്ള ഇന്ത്യക്കാരുള്ള ആളുകളുടെ റിക്വസ്റ്റ് കൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒരു സംഘടന രൂപീകരിക്കുന്നു. ഹിന്ദി പസഫിക് അസോസിയേഷൻ എന്നാണ് ഈ സംഘടനയുടെ പേര്. ഹിന്ദി പസഫിക് അസോസിയേഷൻ എന്നാണ് ഈ സംഘടനയുടെ പേര്. ഈ സംഘടന ആരംഭിക്കുന്നത് 1913 എവിടെയാണ്? അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ്. എന്താണ്? യുഗാന്തർ ആശ്രമം എന്നാണ് ഇതിന്റെ എന്താണ് ഹെഡ് ഓഫീസ് അറിയപ്പെട്ടിരുന്ന പേര്. യുഗാന്തർ ആശ്രമം എന്നാണ് ഈ പറയുന്ന ഹിന്ദി സ്പെസിഫിക് അസോസിയേഷന്റെ എന്താണ് ഹെഡ് ഓഫീസ് അറിയപ്പെട്ടിരുന്ന പേര്. എവിടെയാണത്? സാൻ ഫ്രാൻസിസ്കോയിലാണ്. 1913 അപ്പൊ 1913 ഈ സംഘടന എന്താണ് ആരംഭിച്ചതിന് ശേഷം എന്താണ് ഈ വർഷം തന്നെ എന്താണ് ഇതിന്റെ പേര് മാറ്റപ്പെടുകയും എന്താണ് ഇതൊരു വിപ്ലവ സംഘടനയായി മാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. 1913 തന്നെ ഈ സംഘടനയുടെ പേര് എന്താക്കി മാറ്റുന്നു? ഗദ്ദാർ പാർട്ടി എന്നാക്കി മാറ്റുന്നു. നിങ്ങൾ ചരിത്രം പഠിക്കുമ്പോൾ ഒരുപാട് പഠിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് ഗദ്ദാർ പാർട്ടി എന്ന് പറയുന്നത്. 1913 ഈ സംഘടനയുടെ പേരെന്തായിട്ട് മാറുന്നു? ഗദ്ദാർ പാർട്ടി എന്നായി മാറുന്നു. ഏത് സംഘടനയുടെ പേര്? ഹിന്ദി പസഫിക് അസോസിയേഷന്റെ പേര്. ഇതിന്റെ ആസ്ഥാനവും എന്താണ്? സാൻ ഫ്രാൻസിസ്കോയിലെ യുഗാന്തർ ആശ്രമം തന്നെയാണ് എന്താ ഗദ്ദാർ പാർട്ടിയുടെ ആസ്ഥാനവും. ഗദ്ദാർ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ എന്താണ്? വിപ്ലവം എന്നാണ്. ഗദ്ദാർ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം വിപ്ലവം എന്നാണ്. അപ്പോൾ ഒരു വിപ്ലവ പാർട്ടിയായിട്ട് എന്ത് മാറുന്നു? ഗദ്ദാർ പാർട്ടി അല്ലെങ്കിൽ എന്താണ് ഹിന്ദി പസഫിക് അസോസിയേഷൻ 1913 മാറുന്നു. അതിന്റെ രൂപീകരണത്തിന് നേതൃത്വം വഹിച്ച പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ലാലാ ഹർദയാൽ എന്ന് പറയുന്നത്. ലാലാ ഹർദയാൽ മാത്രമല്ല, സോഹൻ സിംഗ് ബക്ന, കാൻഷിറാം, ഭായ് പരമാനന്ദ്, ഇങ്ങനെ ഒരുപാട് പേരുടെ സഹായത്തോടു കൂടിയാണ് ലാലാ ഹർദയാൽ എന്തുണ്ടാക്കുന്നത്? ഈ പറയുന്ന ഗദ്ദാർ പാർട്ടി ഉണ്ടാക്കുന്നത്. ആരെല്ലാമാണ്? സോഹൻ സിംഗ് ബക്ന, കാൻഷിറാം, ഭായ് പരമാനന്ദ. ഇതിൽ ഈ സോഹൻ സിംഗ് ബക്നയാണ് എന്തെന്ന് പറയുന്നത്? ഗദ്ദാർ പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാണ്? സോഹൻ സിംഗ് ബക്നയാണ്. ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നത് ആരാണ്? അത് ലാലാ ഹർദയാലാണ്. അപ്പോ ഇവരെന്ത് ചെയ്തു? ഈ ഒരു സംഘടന ഉണ്ടാക്കി. ഇനി ഇതിന്റെ ആശയങ്ങൾ എന്താണ്? ചെറുപ്പക്കാരുടെ ഉള്ളിലേക്ക് എത്തിക്കണം. അതിനു വേണ്ടിയിട്ട് ഇവരൊരു പത്രം ആരംഭിച്ചു. ആ പത്രത്തിന്റെ പേരെന്ന് പറയുന്നത് ഗദ്ദാർ എന്ന് തന്നെയാണ്. ഗദ്ദാർ എന്ന് പറയുന്ന പത്രം ആരംഭിച്ചു. ആ പത്രം ആരംഭിച്ചതിന് ശേഷം ഇവർ വളരെ രസകരമായിട്ടുള്ള ഒരു പരസ്യം ആ പത്രത്തിലൂടെ നൽകി. വളരെ രസകരമാണ്. എന്താണ് ആ പരസ്യം എന്ന് പറയുന്നത്? ഇങ്ങനെയാണ്. അതായത് വിപ്ലവം നടത്താൻ ചെറുപ്പക്കാരെ ആവശ്യമുണ്ട് എന്നുള്ളതായിരുന്നു അതിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത്. എന്താണ്? വിപ്ലവം നടത്തുവാൻ ചെറുപ്പക്കാരെ ആവശ്യമുണ്ട്. വിപ്ലവ ഭൂമി എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ഒരു ജോലി പരസ്യം പോലെയാണ് ഇത് കൊടുക്കുന്നത്. അതായത് വിപ്ലവകാരികളെ ആവശ്യമുണ്ട്. വിപ്ലവ ഭൂമി എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ഒരു ജോലി എടുക്കണമെങ്കിൽ എന്ത് കൊടുക്കണം? സാലറി കൊടുക്കണം. സാലറി എന്ന് പറയുന്നത് മരണമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി വിപ്ലവം വിജയിക്കുകയാണെങ്കിൽ എന്താണ്? വിപ്ലവം വിജയിച്ചു എന്ന് കരുതുക. സ്വാഭാവികമായിട്ടും ജോലിയിൽ നിന്ന് പിരിയുന്ന ആളുകൾക്ക് എന്തുണ്ട്? പെൻഷൻ നൽകണം. പെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? പെൻഷൻ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്. ഇതിന് നിങ്ങൾ എന്താണ്? ഇതിൽ പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾ ഒരു വില കൊടുക്കേണ്ടി വരും. ആ വില എന്ന് പറയുന്നത് എന്താണ്? രക്തസാക്ഷിത്വമാണ് എന്ന ഈ പറയുന്ന പത്രത്തിലൂടെ ഇവരെന്ത് ചെയ്തു? പരസ്യം കൊടുത്തു. എന്താ പറഞ്ഞത്? ഇന്ത്യയിലേക്ക് എന്താണ്? വിപ്ലവകാരികളെ ആവശ്യമുണ്ട്. വിപ്ലവ ഭൂമി എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ശമ്പളം എന്ന് പറയുന്നത് എന്താണ്? മരണമാണ്. ഇനി പെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ആജീവനാന്തം ലഭിക്കുന്ന സ്വാതന്ത്ര്യമാണ്. ഇതിനു വേണ്ടി നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന വില എന്ന് പറയുന്നത് എന്താണ്? രക്തസാക്ഷിത്വമാണ് എന്ന്. അപ്പോ ഇങ്ങനെ എന്താണ് വിപ്ലവകാരികൾ ഈ സംഘടനയിലേക്ക് എന്ത് ചെയ്തു? ചെറുപ്പക്കാരെ ആകർഷിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള പരസ്യങ്ങൾ നൽകി. മാത്രമല്ല 1857 മോഡൽ ഒരു സമരമാണ് ഇവർ എന്ത് ചെയ്തിരുന്നത്? പ്ലാൻ ചെയ്തിരുന്നത്. 1857 വിപ്ലവം, പട്ടാളക്കാർ ശിപ്പായികൾ നടത്തിയ വിപ്ലവം.
അതുപോലെ ഒരു വിപ്ലവമാണ് ആര് പ്ലാൻ ചെയ്തിരുന്നത്? ഗദ്ദാർ പാർട്ടി പ്ലാൻ ചെയ്തിരുന്നത്. ഈ പറയുന്ന ഗദ്ദാർ എന്ന് പറയുന്ന പത്രത്തിലൂടെ ഇവർ ചെറുപ്പക്കാരെ ക്ഷണിച്ച ഭാഷ എന്ന് പറയുന്നത് 2 ഭാഷയിലൂടെയാണ് ഇവർ ചെറുപ്പക്കാരെ ക്ഷണിച്ചത്. ഉറുദു, ഗുരുമുഖി, ഈ 2 ഭാഷയിലുമാണ് ഗദ്ദാർ എന്ന് പറയുന്ന പത്രം ഇറങ്ങിയിരുന്നത്. ഉറുദു എന്ന് പറയുന്നതും ഒരു ഇന്ത്യൻ ഭാഷയാണ്, ഗുരുമുഖി എന്ന് പറയുന്നതും ഇന്ത്യൻ ഭാഷയാണ്. നിങ്ങൾക്കറിയാം ഉറുദു എന്ന് പറയുന്നത് ഫാദർ ഓഫ് ഉറുദു എന്നറിയപ്പെടുന്നത് അമീർ ഖുസ്രു ആണ്. അമീർ ഖുസ്രു ആണ് എന്തെന്നറിയപ്പെടുന്നത്, ഉറുദു ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹം തന്നെയാണ് ഇന്ത്യയുടെ തത്ത, പാരറ്റ് ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്ന കവിയാണ് ആരെന്ന് പറയുന്നത്, അമീർ ഖുസ്രു എന്ന് പറയുന്നത്. അതുപോലെ ഗുരുമുഖി എന്ന് പറയുന്നത് പഞ്ചാബിയിലുള്ള ഒരു ഭാഷയാണ്. 2ാമത്തെ സിഖ് ഗുരുവായിട്ടുള്ള ഗുരു അംഗദനാണ് ഈ ഭാഷക്കൊരു ലിപി ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഈ ഭാഷയിലൂടെയാണ്, ഈ 2 ഭാഷകളിലൂടെയാണ് ഇവർ ചെറുപ്പക്കാരായിട്ടുള്ള വിപ്ലവകാരികളെ ക്ഷണിച്ചത്. ഇവർ ലക്ഷ്യം വെച്ചിരുന്നത് 1857 പോലെയുള്ള ഒരു കലാപമാണ്, അല്ലെങ്കിൽ ഒരു വിപ്ലവമാണ്. അതായത് എല്ലാ ഭാഗങ്ങളിലും, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പട്ടാള പരിശീലനം കിട്ടിയ അല്ലെങ്കിൽ വിപ്ലവകാരികളെ ഒത്തുചേർക്കുക, അതിനുശേഷം എന്ത് ചെയ്യുക, ഇവർക്ക് പരിശീലനം നൽകുക, അതിനുശേഷം പട്ടാളക്കാരുടെ ബാരക്കുകളിലേക്ക് ഇവരെ നുഴഞ്ഞു കയറാൻ അനുവദിച്ചുകൊണ്ട് ഇന്ത്യക്കാരായിട്ടുള്ള പട്ടാളക്കാരെ സഹകരിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു അട്ടിമറി നടത്തുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഈ സംഘടനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ അവർ 100-300ഓളം അല്ലെങ്കിൽ 100-350ഓളം വരുന്ന ചെറുപ്പക്കാരെ പല ഭാഗങ്ങളിൽ നിന്നായി സംഘടിപ്പിച്ചു. ഇനി ഇവർക്ക് എവിടെ പരിശീലനം നൽകും? അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ജനങ്ങളെയും കൈനീട്ടി സ്വീകരിക്കുന്ന ഒരു രാജ്യമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ രാജ്യത്തിന്റെ പേരെന്താണ്? കാനഡ എന്നാണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും ഈ ചെറുപ്പക്കാരെയും കൂട്ടി കൊമഗധമാരു, ഈ കപ്പലിന്റെ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൊമഗധമാരു സംഭവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഏത് പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഗദ്ദാർ പാർട്ടിയുമാണ്. ഈ പറയുന്ന വിപ്ലവകാരികളെല്ലാം ഇവർ ഒരു കപ്പലിൽ ഒരുമിച്ച് കൂട്ടി. കൊമഗധമാരു എന്നാണ് ആ കപ്പലിന്റെ പേര്. ഇവർ ശേഷം കാനഡയിലേക്ക് പോയി. എന്നാൽ 1-ാം ലോകമഹായുദ്ധം നടക്കുന്ന സമയമായതുകൊണ്ട് വിദേശത്ത് നിന്ന് വരുന്ന ഒരു കപ്പൽ അടുക്കുന്നതിനായിട്ട് കാനഡ എന്ന് പറയുന്ന രാജ്യം അനുമതി കൊടുത്തില്ല. പകരം എന്ത് ചെയ്തു? അവരെ ഇന്ത്യയിലേക്ക് മടക്കി അയച്ചു. ഇവർ സ്വാഭാവികമായിട്ടും കൊൽക്കത്തയിലേക്ക് വന്നു. കൊൽക്കത്ത തുറമുഖത്തും ഇതേ സ്ഥിതിവിശേഷം തന്നെ ഉണ്ടായി. 1-ാം ലോകമഹായുദ്ധം നടക്കുകയാണ്. കപ്പൽ അടുപ്പിക്കുവാനായിട്ട് എന്ത് ചെയ്തില്ല? അനുമതി കൊടുത്തില്ല. സ്വാഭാവികമായിട്ടും ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞിട്ട്, കപ്പലിലുള്ളവരെല്ലാം ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞിട്ടും എന്ത് ചെയ്തില്ല? അനുമതി കൊടുത്തില്ല. സ്വാഭാവികമായും ഇവരെന്ത് ചെയ്തു? കൊൽക്കത്ത പട്ടണത്തിന് സമീപമുള്ള മറ്റൊരു തുറമുഖത്തിൽ ഈ കപ്പൽ ഇറക്കുകയും, എന്നാൽ അവിടെ വെച്ച് ബ്രിട്ടീഷ് പോലീസുകാർ എത്തിച്ചേരുകയും പോലീസുകാരും ഈ വിപ്ലവകാരികളുമായിട്ടുള്ള സംഘടനത്തിൽ 6-7ഓളം പേർ മരണപ്പെടുകയും ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്യുകയും എല്ലാം ചെയ്തു. അപ്പോ ഈ സംഭവത്തോടു കൂടി ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി അമേരിക്കയിൽ ഗദ്ദാർ എന്ന് പറയുന്ന ഒരു പാർട്ടി പ്രവർത്തിക്കുന്നുണ്ടെന്നും ആ പാർട്ടി ഇന്ത്യയിൽ വിപ്ലവം നടത്തുവാൻ അല്ലെങ്കിൽ അട്ടിമറി നടത്തുവാൻ ശ്രമിക്കുകയുമുണ്ടെന്ന് മനസ്സിലായി. അതോടുകൂടി ഇവരെന്ത് ചെയ്തു? ലാലാ ഹർദയാലിനെ അറസ്റ്റ് ചെയ്തു. പിന്നീട് ലാലാ ഹർദയാലിനെ കുറിച്ച് യാതൊരു വിവരങ്ങളും തന്നെ ലഭ്യമായിട്ടില്ല. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ലാലാ ഹർദയാലിനെ അറസ്റ്റ് ചെയ്തു. അതോടെ ഗദ്ദാർ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്തു? അമേരിക്കയിൽ അവസാനിച്ചു. അപ്പോ ബാക്കി വരുന്ന നേതാക്കന്മാർ എന്ത് ചെയ്തു? കരമാർഗം, കടൽ മാർഗം ഇന്ത്യയിലേക്ക് വരാൻ മാർഗമില്ല. കരമാർഗം ഗദ്ദാർ പാർട്ടിയുടെ നേതാക്കന്മാർ ഇന്ത്യയിലെത്തി. ഇവർ ഇന്ത്യയിലെ 2 ചെറുപ്പക്കാരെ കണ്ടെത്തുകയും ആ ചെറുപ്പക്കാരെ ഇന്ത്യയിൽ വിപ്ലവം നടത്തുന്നതിനുള്ള ഉദ്യമം ഏൽപ്പിക്കുകയും ചെയ്തു. അവരുടെ പേര് നിങ്ങൾക്കറിയാം. അവരുടെ പേരാണ് റഷ് ബിഹാരി ബോസ്, സജീന്ദ്രനാഥ സന്യാൽ, വിഷ്ണു ഗണേശ പിംഗളെ. വിഷ്ണു ഗണേശ പിംഗളെ. ഇങ്ങനെ 3 ചെറുപ്പക്കാരെ കണ്ടെത്തി ഇന്ത്യയിൽ വിപ്ലവം നടത്തുന്നതിനായിട്ടുള്ള ആ ഉദ്യമം ഈ ചെറുപ്പക്കാരിൽ ഏൽപ്പിച്ചു. ഇവരെന്താണ് 1915 ഫെബ്രുവരി 21-ാം തീയതി വിപ്ലവം നടത്തുവാനായിട്ട് തീരുമാനിച്ചു. അതായത് പട്ടാള ബാരക്കിലുള്ള ഇന്ത്യക്കാരായിട്ടുള്ള പട്ടാളക്കാരെയൊക്കെ അറിയിക്കുകയൊക്കെ ചെയ്തു. 21-ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ബ്രിട്ടനെതിരെ ഒരു അട്ടിമറി ഉണ്ടാക്കും, നിങ്ങൾ അതിൽ പങ്കെടുക്കണം എന്നൊക്കെ അറിയിച്ചു. പക്ഷേ ഇവർക്കൊരു സംശയമായി. 21 എന്നുള്ള ഡേറ്റ് CID-മാർ അറിഞ്ഞിട്ടുണ്ടോ, ബ്രിട്ടീഷ് CID ഉദ്യോഗസ്ഥർ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു ഡൗട്ട് വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു? ഈ 21 എന്നുള്ള ഡേറ്റ് വിപ്ലവം നടത്താൻ 19 ആക്കി മാറ്റി.
19 മാറ്റി വീണ്ടും എന്താണ് അറിയിപ്പുകൾ ഇന്ത്യക്കാരായിട്ടുള്ള പട്ടാളക്കാർക്ക് നൽകി. അവർ എന്താണ് ഒരു വിപ്ലവം നടത്തുവാനായിട്ട് സജ്ജരായിട്ട് നിന്നു. എന്നാൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ CID വിഭാഗം ഈ വിവരങ്ങൾ മുൻകൂട്ടി അറിയുകയും ഇവർ ഈ 19 തീയതി വിപ്ലവം നടത്തുവാൻ നിന്നിരുന്ന സൈനികരെ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ അടച്ചു. കുറെ ആളുകളെയൊക്കെ എന്ത് ചെയ്തു? വിവിധ ഭാഗങ്ങളിലേക്ക് സ്ഥലം മാറ്റി. അങ്ങനെ എന്ത് സംഭവിച്ചു? ഈ നടത്താനിരുന്ന വിപ്ലവം പരാജയപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് എന്തറിയപ്പെടുന്നത്, ഇന്ത്യ ചരിത്രത്തിൽ തന്നെ നടക്കാതെ പോയ മനോഹരമായിട്ടുള്ള വിപ്ലവം എന്നാണ് എന്തറിയപ്പെടുന്നത്? ഗദ്ദാർ എന്നറിയപ്പെടുന്നത്. ഇന്ത്യ ചരിത്രത്തിലെ നടക്കാതെ പോയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു വിപ്ലവമായിരുന്നു, അല്ലെങ്കിൽ ഒരു വിപ്ലവ ആശയമായിരുന്നു ഗദ്ദാർ പാർട്ടിയുടെ ഗദ്ദാർ അഥവാ വിപ്ലവം എന്നുള്ളത്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ എന്താണ്, ബ്രിട്ടനിൽ തുടങ്ങി അമേരിക്കയിൽ അവസാനിക്കുന്ന വിവിധ രാജ്യങ്ങളിലായിട്ട് ഇന്ത്യക്കാർ നടത്തിയ വിപ്ലവ പ്രസ്ഥാനങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ എന്താണ് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്താണ് വിപ്ലവ സംഘടനകളുടെ രണ്ടാം കാലഘട്ടത്തെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ക്ലാസ്സിൽ കാണും. ഇപ്പൊ എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക? വളരെ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.